കുട്ടമ്പുഴ വനത്തിൽ കാണാതായ സ്ത്രീകളെ ഇനിയും കണ്ടെത്താനായില്ല. ഇവർക്കായി രാത്രിയിലും തിരച്ചിൽ തുടരുന്നു. കാട്ടാന കൂട്ടത്തിന്റെ വെല്ലുവിളി നേരിട്ടാണ് സംഘം തിരച്ചിൽ നടത്തുന്നത്. കാട്ടിലേക്ക് പോയ പശുവിനെ തിരഞ്ഞുപോയ മായ ജയൻ, ഡാർലി, പാറുക്കുട്ടി എന്നിവരാണ് ഇന്നലെ വനത്തിൽ കുടുങ്ങിയത്. എവിടെയാണ് സ്ത്രീകൾ ഉള്ളതെന്ന് ഇതുവരെയും സ്ഥിരീകരിക്കാനായിട്ടില്ല. ഡ്രോൺ പരിശോധന അടക്കം നടത്തി എന്ന് DFO വ്യക്തമാക്കി. പോയിട്ടുണ്ടെന്നു ടീം ഓൾറെഡി നോക്കുന്നുണ്ടെന്നു അതെല്ലാത്തിനും ഡ്രോൺ ട്രൈ ചെയ്യുന്നുണ്ട്. കിട്ടെങ്കിൽ അതിന് ഒരു ഇൻഫർമേഷൻ ഗ്രൗണ്ട് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ അവരൊന്നും ആയിട്ടില്ല. 4 ടീം അകത്ത് പോയിട്ടുണ്ട്. ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ അവർ കിട്ടിയിട്ടില്ല. അതെ, ഈ ഭാഗത്ത് മൊത്തം എലിഫൻസ് ഉള്ള സ്ഥലമാണ്. ഫോറസ്റ്റ് ഏരിയ, ഒരു പാർട്ട് ഓഫ് എലിഫന്റ് കോറിഡോറാണ്. നിരയിലെത്തി അവിടുന്ന് മുനിപ്പാറ, കൊച്ചുമുനിപ്പാറ, വലിയ മുനിപ്പാറ വഴിയാണ് ഞങ്ങളിപ്പം ഇവിടെ തിരിച്ചു വന്നേക്കുന്നത്. 4 ചെക്ക് ഡാമുകൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം 2 ആനക്കുളം കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. നമ്മൾ അവർ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഇവിടുന്ന് ആദ്യമേ പോകുന്നത്. അവിടെ പോയിട്ട് കണ്ടില്ല. രാവിലെ ഒന്നും കൂടെ പോയി നോക്കാവുന്ന മാത്രമാണുള്ളൂ. ബാക്കി എല്ലാ സ്ഥലവും നോക്കി. ഞങ്ങൾ പോയ സ്ഥലത്ത് എല്ലാവരും പോയ സ്ഥലത്ത് ആനയുണ്ട്. ഞങ്ങളിപ്പോൾ തന്നെ പോയപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ ആനയുണ്ട്. പുറകെ ഞങ്ങൾ ഒച്ച പോയതുകൊണ്ടാണ് ആനയില്ലായിരുന്നു. വിവരങ്ങളുമായി രാഗിൻ ചേർന്നു. രാഗിൻ, വളരെ ആശങ്കയോടെ കുടുംബമടക്കം കാത്തിരിക്കുകയാണ്. നാട്ടുകാരും ബന്ധപ്പെട്ട അധികൃതരും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെ ഇപ്പോഴും തെരച്ചിൽ തുടരുകയല്ലേ? തീർച്ചയായും തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മായ ജയൻ, ഡാർലി, പാറുക്കുട്ടി 3 സ്ത്രീകളെയാണ് വനത്തിനുള്ളിൽ കാണാതായിരിക്കുന്നത്. വിപുലമായ സംവിധാനങ്ങൾ ഉൾപ്പെടെയുണ്ട് ഇവിടെ ഫോറസ്റ്റിൻ്റെ. അതോടൊപ്പം തന്നെ മറ്റ് ബന്ധപ്പെട്ട വിഭാഗങ്ങളുമൊക്കെയുണ്ട്. ഈ പരിശോധനകൾ ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയും അത് തുടരുക തന്നെയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ മായയുടെ പശുവിനെയാണ് കാണാതായത്. ഇത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയാണ്. ഇവിടെ നിന്നും കാട്ടിലേക്ക് പശു പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം തിരഞ്ഞു പോയതാണ് സംഭവിച്ചത്. പക്ഷേ മടങ്ങി വന്നില്ല ഈ 3 പേരും. അങ്ങനെ വലിയ ആശങ്കകൾ എവരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ വലിയ ആശങ്കയിലാണല്ലോ ഈ മണിക്കൂറുകൾ തള്ളി നിൽക്കുന്നത്. എന്താണ് ഇപ്പം എന്തെങ്കിലും വിവരങ്ങൾ? ഒന്നും അറിയാൻ പാടില്ല. എന്താ പറയുന്നവരെ? എന്തെങ്കിലും ഫോൺ വിളിച്ചത് ആ മായയുടെ കെട്ടിയവനാണ് വിളിച്ചത്. ഞാൻ വിളിച്ചില്ല. എൻ്റെ കയ്യിൽ ഫോണും ഇല്ല. ഒന്നും അറിയാൻ പാടില്ല. അവർ പറയണതൊക്കെ കേൾക്കണുള്ളൂ. ആനയൊക്കെ ഇഷ്ടം പോലെയുള്ളൊരു ആന നേരത്തെ കഴിഞ്ഞും കൂടുതലായി. നേരത്തെ ഇത്ര ആനശല്യം ഇല്ലായിരുന്നു. മേഖലയൊക്കെ ആന ഇറങ്ങുന്ന ഒരു ഇടം കൂടിയാണ്. അതെ, ഇതിലൊക്കെ വരും. അവിടെ പന തള്ളിയിട്ടിരുന്നതിവിടെ. ഉൾക്കാട്ടിലാവുമ്പോൾ ഒരുപാട് ആനകളും അതോടൊപ്പം തന്നെ ഇന്നലെ അവർ ചെക്ക് ഡാമിനടുത്താണെന്നൊക്കെ ഒരു ചെറിയ വിവരം അങ്ങനെ കേട്ടു. ഇവിടെ നിന്ന് അങ്ങ് പോയ ചെക്ക് ഡാമുണ്ട്. ആനയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഡാം കെട്ടിയിട്ടേക്കണത്. അവിടെ 2-3 സ്ഥലത്തുണ്ട്. അതിലിപ്പോൾ ഏത് ഭാഗത്താണെന്നറിയില്ല. അങ്ങനെ പോയെന്നുള്ള അറിഞ്ഞു. ഈ അന്വേഷിച്ച് പോയവർക്കും ഒരു വെല്ലുവിളിയാണല്ലോ ഈ കാട്ടാനക്കൂട്ടം. ഈ അന്വേഷിച്ച് പോയവർക്ക് മുന്നിൽ അവരും പഠിച്ചാൽ പോണേ. അവർ ഒരു ഭാഗത്തേക്ക് കാട്ടി തങ്ങി കിടക്കുമല്ലേ. അവർ രാവിലെ വരണ്ടാണ്. ഈ തീയൊക്കെ കൂട്ടിയാണ് അവരും ആനയിൽ നിന്ന് രക്ഷ തേടിയല്ലേ? തീയൊക്കെ കൂട്ടി എന്നാലും അവിടെ ഇരുന്നത്. നേരം കുന്നേരം തീയാറണമെന്ന് പറഞ്ഞ് പാറപ്പുറത്ത്. ഇപ്പോഴും ഒരു വിവരവും ഇല്ല ഈ 3 പേരെ ഇവിടെ സംബന്ധിച്ച്. ഇതിനു മുമ്പ് ഈ സമയം വരെ ഒരു വിവരവുമില്ല. ഇതിനു മുൻപ് നിങ്ങളുടെ അറിവിൽ ഈ നാട്ടുകാരിൽ ആരെങ്കിലും ഇങ്ങനെ ഇതേപോലെ അകപ്പെട്ടു പോയിട്ടുണ്ടോ? ഇവിടെ ഒരു 10 വർഷമാവില്ലേ. ഒരു പെണ്ണുമ്പിള്ള അങ്ങനെ പോയതാ. വൈകിട്ട് ഒരു 6 കൂടി പോയിട്ട് വെളുപ്പിന് ഇതേ സമയത്ത് വന്നു. ഇപ്പം കാട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ഇത് വഴി തെറ്റിപ്പോവും. പ്രത്യേകിച്ചും ഇത് എങ്ങോട്ടാണ് എല്ലാം ഒരുപോലെ ഇരിക്കും. മൊത്തം കാടല്ല, ഉൾക്കാടല്ല, വഴിയില്ലല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ വഴികളുണ്ടായിരുന്നു. ഇപ്പോൾ ഉൾക്കാടാ, വഴിയില്ല. അതുകൊണ്ട് അറിയാൻ പറ്റില്ല. ആന ഇപ്പം കൂടുതൽ പെരുത്തേക്കുക. നേരത്തെ അത്രയും ശല്യമില്ലായിരുന്നു. ആന കൂടുതലാണ്. ജയൻ, മിനിയുടെ ഇവരുടെ റിലേറ്റീവ്സ് ആണോ ഈ മായയുടെ റിലേറ്റീവ്? ഞങ്ങളൊക്കെ സ്വന്തക്കാരും ബന്ധക്കാരും പോലെ കഴിഞ്ഞുവിടുന്ന ആളുകളാണ്. അടുത്തടുത്തുള്ള ആളുകളാണ്. വലിയ ആശങ്കയാണിപ്പോൾ. ആശങ്കയിലപ്പോൾ എല്ലാവരും 2 മണി മുതൽ. എന്തായാലും അതാണ് പറയുന്നത്. ഇന്നലെ ഉച്ചയോട് കൂടിയാണ് ഇവർ പോയത്. ഈ ഭാഗത്തു കൂടിയാണ് നടന്നു പോയത്. ഇതിനകത്ത് ഉൾവനമാണ്. പ്രത്യേകിച്ചും ഒട്ടനവധി വിസ്തീർണമുള്ള ഒരു ഭൂപ്രദേശമാണ് നമ്മൾ ഈ കാണുന്ന കുട്ടമ്പുഴ വനമേഖല എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം വ്യാപ്തിയും ആഴവുമൊക്കെ ഈ ഉൾവനത്തിനുണ്ട്. അങ്ങനെ വിപുലമായ ഒരു പശ്ചാത്തലമാണുള്ളത്. അവിടേക്കാണ് പോയത്. അതുകൊണ്ട് എവിടെ പോയി എങ്ങനെയാണ് എന്താണെന്ന് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു വിവരങ്ങളും ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളമില്ല. ഈ രാത്രി മുഴുവൻ ഇവർ ഉറക്കമിളച്ച് ഇരിക്കുകയായിരുന്നു. പല സെർച്ചിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ പോയിരിക്കുകയായിരുന്നു. നിങ്ങളൊക്കെ ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ നമുക്ക് ചില പ്രതികരണങ്ങൾ ലഭ്യമാണ്.
നിലവിൽ ഇന്നലെ രാത്രി 4 ബാച്ചായിട്ട് ഫോറസ്റ്റിനുള്ളിൽ തെരച്ചിലിന് പോയിരുന്നു. അവസാന ഘട്ടത്തിൽ അതിൽ 2 ടീമുകൾ 2 ബാച്ച് ടീമുകൾ 3 മണിയോടുകൂടി പുലർച്ചെ 3 മണിയോട് തിരിച്ചു വരികയുണ്ടായി. ബാക്കിയുള്ള 2 ടീം കാടിൻ്റെ ഉള്ളിൽ തന്നെ അവർ 3 മണിക്ക് ശേഷം സെർച്ച് നിർത്തി റെസ്റ്റ് എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം അവരും ആനയുടെ ഒരു ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ ആനയുടെ ഒരു വഴിയിൽ എത്തിപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർ പാറപ്പുറത്ത് കയറി സേഫ് സോണിൽ ഇരിക്കുകയായിരുന്നു. ഇവർ പോകാൻ സാധ്യതയുള്ള അവർ അവസാനം ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത് ഒരു ചെക്ക് ഡാം, അതുപോലെ തന്നെ പാറപ്പുറം നമ്മൾ പോയി സെർച്ച് ചെയ്തു. പക്ഷേ അവിടെയൊന്നും ഇന്നലെ കണ്ടെത്താനായിട്ടില്ല. അവർ ഏതെങ്കിലും വന്യമൃഗത്തെ പേടിച്ച് ശരിക്കും സേഫ് സോണിലേക്ക് മാറിയിരിക്കുകയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. രാഗിൻ, ദയവായി തുടരൂ. പഞ്ചായത്ത് അംഗത്തിന്റെ ഒരു പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. സുരക്ഷിതരായി എവിടെയോ ഇരിക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു എന്നാണ് അദ്ദേഹവും പറയുന്നത്. രാഗിൻ ഇപ്പോ എവിടെയാണ് ഉള്ളത്? എനിക്ക് തോന്നുന്നു ഈ കാണാതായവരിൽ ആരുടെയോ വീട്ടിലാണ് ഉള്ളതെന്ന് തോന്നുന്നു. കുടുംബാംഗങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? രൂക്ഷമായ ഒരു പ്രദേശമാണിത്. ഇവിടെ നമ്മൾ ഈ കാണുന്ന സ്ഥലമാണ്, ഇതിനപ്പുറം വനമാണ്. അവിടെ റെസ്ട്രിക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും ഈ ആനക്കൂട്ടം ഇവിടേക്ക് എത്തി, ഈ ജനവാസ മേഖലയിലേക്ക് എത്തി ഇവിടെ ചവിട്ടി മിതച്ച് ഇട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ കാണുന്നത്. അങ്ങനെ ആനശല്യം രൂക്ഷമായ ഒരു ഭൂപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവർ അകപ്പെട്ടു പോയതുകൊണ്ട് അത് എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും ഇന്നലെ തോട്ട പൊട്ടിച്ചും അതോടൊപ്പം തന്നെ തീയിട്ടുമൊക്കെയാണ് ഇതിൽ നിന്ന് രക്ഷ തേടിയത് പലരും. എന്തായാലും ഇപ്പോഴും രാവിലെ അവർ പോവുകയാണ്. മാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ അകപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഭക്ഷണം എങ്ങനെയായിരുന്നു, മറ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ഉൾവനമാണ്. അവിടെ ഇവർ പറഞ്ഞ പ്രദേശത്ത് ഇവർ പരിശോധന നടത്തി. ഈ ചെക്ക് ഡാമുള്ള പ്രദേശം, ഒരു പാറപ്പുറം നിറഞ്ഞ പ്രദേശം, ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തി. ഏകദേശം 4ഓളം ചെക്ക് ഡാം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെയൊന്നും തന്നെ കാണുകയും ചെയ്തില്ല. ഇതിലെ നേരെ അകത്തേക്കാണ് അവർ പോയത്. പക്ഷേ അവർക്കും ഒരു ധാരണയുണ്ടായിരുന്നിരിക്കാം നിശ്ചിത ദൂരം പോയിട്ട് തിരിച്ചെത്താൻ കഴിയുമെന്ന്. പക്ഷേ ഉൾവനമാണ്. ഉൾവനത്തിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ, ഏത് വഴി എന്ന തരത്തിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയായിരിക്കാം ഒരുപക്ഷെ പറ്റിപ്പോയിട്ടുണ്ടാവുക. പക്ഷേ അവരെ ഫോണിൽ വിളിച്ചപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നോ? അടുത്തുണ്ട്, ആന അടുത്തുള്ളത് കൊണ്ട് ഇപ്പോൾ വിളിക്കരുത് എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അത്രത്തോളം ആന ശല്യം രൂക്ഷമായ ഇടമാണ്. ആനയുടെ ഒച്ചയും മറ്റുമൊക്കെ കേൾക്കുന്നുണ്ടെന്നൊക്കെ അവർ ഫോണിലൂടെ പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും റേഞ്ചും അതോടൊപ്പം തന്നെ ഈ ഫോണിൻ്റെ ചാർജും ഒക്കെ തീർന്നിട്ടുണ്ടാകാം. എന്തായാലും ഇന്നലെ DFOയുടെ അടക്കം നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള ഡ്രോൺ സെർച്ചിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി. പക്ഷേ ഇന്നലെ ലൈറ്റിൻ്റെ ഒരു അഭാവം, വെളിച്ചക്കുറവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ പ്രശ്നം ഉണ്ടാകില്ല. കുറേ കൂടി വെളിച്ചമുള്ള പ്രദേശമായതുകൊണ്ട് ആ കാര്യങ്ങൾ നീക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് വനം വകുപ്പിനും അതോടൊപ്പം തന്നെ പോലീസിനും നാട്ടുകാർക്കും കൂടാതെ മറ്റ് അഗ്നിരക്ഷാസേന ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്കും ഒക്കെയുള്ളത്. വനിതകളെയാണ് ഇപ്പോൾ കാടിനുള്ളിൽ കാണാതായിരിക്കുന്നത്. കുട്ടമ്പുഴയിൽ മായ ജയൻ, ഡാർലി പാർക്കുട്ടി എന്നിവരെ പശുവിനെ അന്വേഷിച്ചു പോയതാണ്. പിന്നീട് ഇവർക്ക് കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ പെട്ടതുകൊണ്ട് അവർ ഒതുങ്ങിയ ഒരു സ്ഥലത്തേക്ക് മാറുന്നു എന്നാണ് ഒടുവിൽ കുടുംബത്തിന് ലഭിച്ച വിവരമെന്നാണ് അവരും പ്രതികരിക്കുന്നത്.